വെൽക്കം ബാക്ക് ടു മൈ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബിടെക്കിന് ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ഒരു കുട്ടി കമൻറ്റ് ചെയ്തിരുന്നു +1 ഏതെങ്കിലും ടോപ്പിക്ക് ഇടുവാണ്. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യാം. സ്ട്രെയിറ്റ് ലൈൻസ്, ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്, കുട്ടികൾക്ക് പ്രയാസമുള്ള ചാപ്റ്റേഴ്സിൻ്റെ കുറച്ച്. കാരണം നെക്സ്റ്റ് വീക്കിൽ കുട്ടി CBSE ആണോ സ്റ്റേറ്റ് ആണോ എന്നെനിക്കറിയില്ല. സ്റ്റേറ്റ് ആണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ ക്രിസ്മസ് എക്സാം ഉണ്ടല്ലോ. എന്തായിരുന്നു നോക്കാം. കുറച്ച് ഫോർമുലാസ് നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലത്തിലോട്ട് വരാം. ഫസ്റ്റ് നമുക്കറിയാലോ സ്ലോപ്പ് ഈസ് ഡിനോട്ടഡ് ബൈ M, x y x. A line make an angle theta with the anti-clockwise direction. x-ആക്സിസുമായിട്ട് ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണോ അതിൻ്റെ ടാൻ എടുത്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് കിട്ടും. ഫോർ എക്സാമ്പിൾ, എ ലൈൻ മേക്ക് 60 ഡിഗ്രി വിത്ത് ദ x-ആക്സിസ്. ഇവിടെ തീറ്റ 60 ആണെങ്കിൽ സ്ലോപ്പ് എന്ത് വരും? ടാൻ 60, ദാറ്റ് ഈസ് √3. നമുക്ക് ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിലായിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം. തിരിച്ചു വന്നത് ക്ലോക്ക് വൈസ് ആവും. സ്ലോപ്പ് ഈസ് ഓൾവേസ് ഡിനോട്ടഡ് ബൈ M. സ്ലോപ്പിൻ്റെ വേറൊരു പേരാണ് ഗ്രേഡിയൻറ്റ്. നമുക്ക് എപ്പോഴും ആംഗിൾ തരണം എന്നില്ല. സ്ലോപ്പ് ഓഫ് എ ലൈൻ പാസസ് ത്രൂ 2 points. 2 points x1 y1, അനദർ പോയിൻ്റ് x2 y2. 2 points ആണ് തരുന്നതെങ്കിൽ സ്ലോപ്പ് എന്ത് വരും? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഫോർ എക്സാമ്പിൾ, -1 3 2 4. സ്ലോപ്പ് എന്താ? 4 മൈനസ് 3 ബൈ 2 മൈനസ് -1. 4 മൈനസ് 3 1. 2 മൈനസ് -1 y2 മൈനസ് y1 by x2 minus x1, 1/3. If two lines are parallel എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, do not intersect. L1 L2, L1 പാരലൽ L2, ഇത് പാരലൽ സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? M1 ഈസ് ഈക്വൽ ടു M2. L1 ഉം L2 2 ലൈൻസ് പാരലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സ്ലോപ്സ് ആർ ഈക്വൽ. ഇനി 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് ഇരിക്കട്ടെ. 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ L1 പെർപെൻഡിക്കുലർ L2, M1 ഇൻറ്റു M2, ഡോട്ട് ഇട്ടിരിക്കുന്ന M2 ആണ് കേട്ടോ. സ്ലോപ്പ് ഓഫ് ഫസ്റ്റ് ലൈൻ -1/3. 1 മാർക്കിന് ഒരിക്കൽ എക്സാമിന് ചോദിച്ചതാണ്. സ്ലോപ്പ് ഓഫ് എ ലൈൻ ഈസ് 1/3, -1/3 അല്ലെങ്കിൽ -7/3. ദെൻ സ്ലോപ്പ് ഓഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ ടു ദിസ്. ഇപ്പോൾ പെർപെൻഡിക്കുലർ ടു ദിസ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എഴുതുക, റെസിപ്രോക്കൽ എഴുതുക. ഇല്ലെങ്കിൽ ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ -1 കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ലോപ്പ് കിട്ടിയാൽ നമുക്ക് പെർപെൻഡിക്കുലർ ലൈൻ്റെ സ്ലോപ്പ് ചോദിച്ചാൽ ഓപ്പോസിറ്റ് സൈൻ എഴുതുക, റെസിപ്രോക്കൽ എഴുതുക. അപ്പോൾ ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് -1. പാരലാണെങ്കിൽ സ്ലോപ്പ് ഓഫ് L1 1/3 ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് L2 1/3 ആയിരിക്കും. നമുക്ക് ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്, ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. 2 ലൈൻസിൻ്റെ സ്ലോപ്പ് M1 M2 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് M2 മൈനസ് M1 ബൈ 1 പ്ലസ് M1 M2. ആംഗിൾസ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മളിത് പോസിറ്റീവ് നെഗറ്റീവ് വെച്ചിട്ടുള്ള വാല്യൂസ് എഴുതണം. ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. പോയിൻ്റ് സ്ലോപ്പ് ഫോം, ആ പേര് കേൾക്കുമ്പോഴേ അറിയാമല്ലോ. ലൈൻ പാസ് ചെയ്യുന്ന പോയിൻ്റ് തരും, ലൈനിൻ്റെ സ്ലോപ്പും തരും. പോയിൻ്റ് സ്ലോപ്പ് ഫോം. പോയിൻ്റ് x1 y1, സ്ലോപ്പ് y minus y1. Equation is
equation of the line is y minus y1 is equal to m into x minus x1. xy general point. For example, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. -2 3 സ്ലോപ്പ് 1/2. നോക്കിയത് x1 y1. ഇക്വേഷൻ ഓഫ് ലൈൻ ഈസ്, നമുക്ക് ഈ ഒരു ഇപ്പോൾ ഒരു പോയിൻ്റ് ഒരു സ്ലോപ്പ് തന്ന ഈ ഒരു ഫോം പഠിക്കുകയാണെങ്കിൽ നമുക്ക് 2 പോയിൻ്റ് ഫോം തന്നാലും നമുക്കിത് തന്നെ ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം. Equation of the line is y minus y1, xy general point. Y minus 3 is equal to 1/2 into x minus minus 2. X minus minus 2, x plus 2. Cross multiplication. നമുക്ക് ഇതിനെ കൊണ്ട് റൈറ്റ് സൈഡിൽ കൊണ്ട് x minus 2y plus 8 is equal to 0. x minus 2y 2 plus 6 8. നമുക്ക് 2 പോയിൻ്റ് ഫോം നോക്കാം. ഇവിടെ നമുക്ക് സ്ലോപ്പ് തരത്തില്ല, പാസ് ചെയ്യുന്ന 2 പോയിൻറ്റ്സ് തരും, 2 പോയിൻ്റ് മാത്രം തരും. ഇവിടെ ഫോർ എക്സാമ്പിൾ 2 3 1 4. നമുക്കിതിൽ നിന്ന് ആദ്യം സ്ലോപ്പ് കാണാമല്ലോ. അല്ലാതെ ഫോർമുലയുണ്ട്. നമുക്കിപ്പോൾ 1 പോയിൻറ്റ് സ്ലോപ്പ് ഫോം പഠിച്ചാൽ ഒരൊറ്റ ഫോം വെച്ച് ഇത് രണ്ടും നമുക്ക് ചെയ്യാം. ഇതൊരു സ്ലോപ്പ് കാണാൻ നമുക്കറിയാമല്ലോ. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പോൾ 4 മൈനസ് 3 ബൈ 1 മൈനസ് 2 1 ബൈ മൈനസ് 1 മൈനസ് 1. 2 പോയിൻ്റ് ഉണ്ടെങ്കിൽ സ്ലോപ്പ് ഇതാണ് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അതാണ് 4 മൈനസ് 3 ബൈ 1 മൈനസ് 2. 4 മൈനസ് 3 1 1 മൈനസ് 2. അപ്പോൾ നമ്മൾ 4 മൈനസ് 3 അങ്ങനെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ എക്സ് കോർഡിനേറ്റിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് മൈനസ് ചെയ്യണം കേട്ടോ. അപ്പോൾ 1 ബൈ മൈനസ് മൈനസ് 1 നമുക്ക് സ്ലോപ്പ് കിട്ടി. ഇതിലേതെങ്കിലും ഒരു പോയിൻ്റ് നമുക്ക് x1 y1 ആയിട്ട് എടുക്കാം. ഇക്വേഷൻ ഈസ്, ഞാൻ x1 y1 ആയിട്ട് 2 3 ആണ് എടുക്കുന്നത്. y മൈനസ് 3 ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഈസ് മൈനസ് 1 x minus 2 x1 y1. y minus y1 equals m into x minus x1. അപ്പോൾ ഒരു ഫോർമുല പഠിച്ചാൽ പോയിൻറ്റ് സ്ലോപ്പ് ഫോമിനും എടുക്കാം, 2 പോയിൻറ്റ് ഫോമിനും എടുക്കാം. ഇത് ലെഫ്റ്റിൽ കൊണ്ടുവരാം. x പ്ലസ് y മൈനസ് 3 മൈനസ് 2. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് പേര് കേൾക്കുമ്പോൾ സ്ലോപ്പ് തരും. ഇൻ്റർസെപ്റ്റ് തന്നെ y ഇൻ്റർസെപ്റ്റും ഉണ്ട്, എക്സ് ഇൻ്റർസെപ്റ്റും ഉണ്ട്. അപ്പോൾ y ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലൈൻ. ഓക്കെ, ദിസ് ഈസ് എക്സ് ആക്സിസ്. y ആക്സിസിനെ എവിടെ മീറ്റ് ചെയ്തു? ഈ പോയിൻ്റ്. ഈ പോയിൻറ്റും ഒറിജിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് നമ്മൾ സി ആയിട്ട് കൊടുക്കണം. എക്സ് ആക്സിസിൽ എക്സ് ഇൻ്റർസെപ്റ്റ് ഡി ആണെങ്കിൽ സ്ലോപ്പ് എം, y ഇൻ്റർസെപ്റ്റ് ഡി സി. ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ് y ഈസ് ഈക്വൽ ടു mx പ്ലസ് സി. ഇതാണ് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. ചില ക്വസ്റ്റ്യനിൽ ഇങ്ങനെ കൺവേർട്ട് ഇൻ ടു സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം ദെൻ ഫൈൻഡ് ദ സ്ലോപ്പ് ആൻഡ് ഫൈൻഡ് ദ y ഇൻ്റർസെപ്റ്റ് അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോമിൽ കൺവേർട്ട് ചെയ്യണം. ഇനി സ്ലോപ്പും എക്സ് ഇൻ്റർസെപ്റ്റ് ഡി ആണ് തരുന്നതെങ്കിലോ ഇക്വേഷൻ ഈസ് സ്ലോപ്പ് x intercept d. Equation of the line is y is equal to m into x minus d.
വൈ ഇൻ്റർസെപ്റ്റ് സി ആണെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. എക്സ് ഇൻ്റർസെപ്റ്റ് ഡി ആണെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വിതിൻ ദ ബ്രാക്കറ്റ് എക്സ് മൈനസ് ഡി. അതിനൊരു എക്സാമ്പിൾ നോക്കാം. സ്ലോപ്പ് 1/3. വൈ ഇൻ്റർസെപ്റ്റ് സി ഈസ് ഈക്വൽ ടു 4. ഇക്വേഷൻ ഓഫ് ദ ലൈൻ എങ്ങനെ എഴുതാം? ഇക്വേഷൻ ഈസ് വൈ ഈസ് ഈക്വൽ ടു, അത് നിങ്ങളെ ഫോർമുല എഴുതുക. വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. റീപ്ലേസ് എം ബൈ 1/3 C4 മൾട്ടിപ്ലൈ ഈച്ച് ടേം ബൈ 3. ചില കുട്ടികൾ 3y ഇങ്ങനെ എടുക്കും. ഇവിടെ +4 ഉണ്ട്, ഈ 3 കൊണ്ട് 4നെ മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. റൈറ്റ് സൈഡിലോട്ട് കൊണ്ടാണ് എക്സ് മൈനസ് 3y, ഇതും കൂടെ റൈറ്റിലോട്ട് കൊണ്ടുപോയി. എക്സ് മൈനസ് 3y പ്ലസ് 12 ഈസ് ഈക്വൽ ടു 0. ഇൻ്റർസെപ്റ്റ് ഫോം. എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും തരുന്നു. ഇങ്ങനെ ഒരു ലൈൻ, ഇത് ഒറിജിൻ 0 0. ഈ ഒറിജിനിൽ നിന്ന് ആ ലൈൻ എവിടെയാണോ കട്ട് ചെയ്യുന്നത് എക്സ് ആക്സിൽ അതുവരെയുള്ള ആ ഡിസ്റ്റൻസിനെ നമ്മൾ എന്താ പറയുന്നത്? എക്സ് ഇൻ്റർസെപ്റ്റ്. അത് നമ്മൾ ജനറലായിട്ട് എ ആണ് കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ വൈ ഇൻ്റർസെപ്റ്റ് ദിസ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ബി. നമുക്ക് ഈ 2 ഡിസ്റ്റൻസ് മാത്രമേ തരത്തുള്ളൂ. അതാണ് ഇൻ്റർസെപ്റ്റ് ഫോം. എക്സ് ബൈ ഇക്വേഷൻ of the line is x by x intercept A plus y by y intercept B is equal to 1. അതിനൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് എക്സ് ഇൻ്റർസെപ്റ്റ് 3, വൈ ഇൻ്റർസെപ്റ്റ് 4. ഇക്വേഷൻ എങ്ങനെ എഴുതാം? എക്സ് ബൈ 3 പ്ലസ് വൈ ബൈ 4 ഇസ് ഈക്വൽ ടു 1. 12 LCM. 2 നമ്പർ അടുത്തടുത്ത 2 നമ്പർ ആണെങ്കിൽ നമുക്കറിയാമല്ലോ, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണെങ്കിൽ LCM എന്താ? 3 × 4. 4x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് 4x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 12. പിന്നെ അതിനെ ലെഫ്റ്റിൽ കൊണ്ടുവരാം. 4x പ്ലസ് 3y മൈനസ് 12 ഈസ് ഈക്വൽ ടു 0. Distance from x1 by 1 to line ax plus by plus c is equal to 0. നമുക്കിതിനെ എങ്ങനെ എഴുതാം? അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് ax1 plus by1 plus c by root of a square plus b square. നമുക്കൊരു ക്വസ്റ്റ്യൻ. Find the distance from -2 3 to x plus 2y minus 7 is equal to 0. Distance is equal to absolute value of x-ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? -2. 2y 2 × 3 -7 അതേപോലെ എഴുതുക. Whole divided by root of, here x coefficient of x is 1, 1 square plus 2 square, -9 plus 6 -3, absolute value 3, -9 plus 6 -3, absolute value 3, 1 plus 4, 3 by root 5. Distance between parallel lines. Parallel ആണ് സിമ്പിൾ. പാരലൽ ലൈൻസ് എന്ന് നമുക്കറിയാം എക്സ് വൈ, അതിൻ്റെ കോഎഫിഷ്യൻ്റ് എപ്പോഴും
സെയിം ആയിരിക്കും. എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി വൺ ഈസ് ഈക്വൽ ടു 0 ആൻഡ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ടു 0. ഇതാണ് പാരലൈൻസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഡിസ്റ്റൻസ് എന്ത് വരും? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് C1 മൈനസ് C2 ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഒരു എക്സാമ്പിൾ ചെയ്യാം. 2 parallel lines are 2x plus 3y plus 7 is equal to 0. 2x plus 3y minus 3 is equal to 0. 2, 3. 2, 3. ഇനി അല്ല വേറൊരു കേസിലും വരാം. 2x plus 3y plus 7 അല്ലെങ്കിൽ 4x plus 6y minus 3. ഇങ്ങനെ വന്നാലും ഇത് പാരലാണ്. കണ്ടോ, 2 into 2 4, 3 into 2 6. അങ്ങനെ വരുമ്പോൾ അതിനെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യണം. ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ പറഞ്ഞുതരാം. അത് ഇത് പറയാം. അപ്പോൾ ഡിസ്റ്റൻസ് എന്ത് വരും? 7 മൈനസ് മൈനസ് 3 ബൈ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. 7 മൈനസ് മൈനസ് 3 10. 10 ബൈ റൂട്ട് 30. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നതെന്നിരിക്കട്ടെ. 2x പ്ലസ് 3y 4x പ്ലസ് 6y മൈനസ് 5. നോക്ക്, ഇവിടെ 2x 3y അതിൻ്റെ ഡബിളാണല്ലേ. അപ്പം നോക്ക്, ഇതേപോലെയൊക്കെ എന്ത് ചെയ്യണം? ഡിവൈഡിങ് ഈച്ച് ടേം ബൈ 2. ഇക്വേഷൻ 1 അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ 2. 2x plus 3y minus 5 by 2 is equal to 0. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 7 മൈനസ് 5 by 2 by root of 2 square plus 3 square 4 plus 9. 2 into 7 14. 14 minus 5 19. 2 ഡിനോമിനേറ്റർ വരും. 2 root 30. ഇങ്ങനെ ചെയ്യും. 2 into 7 14. 14 plus 5 19. 2 goes to denominator. 2 root 30. General form of a line. ax plus by plus c is equal to 0. ഇതിൽ സ്ലോപ്പ് ആദ്യം മൈനസ് എഴുതുക. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ. ഒരു എക്സാമ്പിൾ, 2x മൈനസ് 3y പ്ലസ് 10 0. ഇതിൻ്റെ സ്ലോപ്പ് എന്താ? ആദ്യം മൈനസ് എഴുതുക. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ന്യൂമറേറ്ററിൽ, വൈയുടെ കോഎഫിഷ്യൻ്റ് ഡിനോമിനേറ്റർ. നെഗറ്റീവ് ബൈ നെഗറ്റീവ് പോസിറ്റീവ്. വേറെ എക്സ് പ്ലസ് 7y മൈനസ് 10 0. സ്ലോപ്പ് എന്താ? മൈനസ് എഴുതുക. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1, വൈയുടെ കോഎഫിഷ്യൻ്റ് 7. Find the equation of the right bisector. Of line joining 3 4 and minus 1 2. റൈറ്റ് ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? മിഡ് പോയിൻറ്റിൽ കൂടെ തന്നെ പാസ് ചെയ്യണം. നമുക്കിതിനൊരു പേര് കൊടുക്കാം. A34 B മൈനസ് 1 2. ഇവിടെ A മൈനസ് 1 2 B 3 4.
റൈറ്റ് ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ക്യൂ എന്തായിരിക്കണം? ബൈസെക്ടർ, മിഡ് പോയിൻ്റ് ആയിരിക്കണം. റൈറ്റ് ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കണം. പി ക്യു പെർപെൻഡിക്കുലർ ടു എ ബി ആൻഡ് ക്യൂ ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ ബി. റഫ് ഫിഗർ വരച്ചാൽ എളുപ്പമുണ്ട്. മിഡ് പോയിൻറ്റിൻ്റെ ഫോർമുല എന്താ? x1 + x2/2 y1 + y2/2 2/2 1 6/2 3. ഇനി നമുക്ക് സ്ലോപ്പ് ഓഫ് എ ബി കാണാം. സ്ലോപ്പ് ഓഫ് എ ബി 4 - 2 that is 2, 3 - -1 4 that is 1/2. Equation of PQ. Slope of PQ. Slope of PQ എഴുതിയിട്ട് സ്ലോപ്പ് ഓഫ് PQ നമുക്കറിയാം എ ബിയും പി ക്യു എന്താണ്? പെർപെൻഡിക്കുലർ ആണ് അല്ലേ? സ്ലോപ്പ് ഓഫ് എ ബി എത്ര കിട്ടി? 1/2. therefore സ്ലോപ്പ് ഓഫ് പി ക്യു ഈസ് പോസിറ്റീവ് 1/2 ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കുക. 1/2ൻ്റെ റെസിപ്രോക്കൽ 2. ഇനി പി ക്യു പാസ് ചെയ്യുന്ന പോയിൻ്റ് എന്താ? ക്യൂ എന്താ? 1 3. പോയിൻ്റ് സ്ലോപ്പ് 4. ഇക്വേഷൻ ഫോർ പി ക്യു. റൈറ്റ് ബൈസെക്ടർ നമുക്ക് എന്തെഴുതാം? y - y1 equals, here y1 is 3, slope is -2, x - 1. എല്ലാം ലെഫ്റ്റിൽ കൊണ്ടുവരാം. അത്രേ ഉള്ളൂ. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഏതെങ്കിലും മനസ്സിലാകാത്ത ചാപ്റ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റർ സ്പെഷ്യലായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു വീഡിയോയും കൂടി ഇടാം. അത് കഴിഞ്ഞ് ലിമിറ്റ് ഇടാം. അപ്പം അടുത്ത ആഴ്ച എക്സാം അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായി ചെയ്ത് പഠിക്കുക. താങ്ക് യു.